കാറിൽ വരിക, ചെളി തീർപ്പിക്കുക, അതേ കാറിൽ തന്നെ കയറ്റി കമ്പനിയുടെ വാതിക്കെ കൊണ്ട് ഇറക്കുക, ജോലി കിട്ടുക, എന്തൊക്കെയോ ചില ഐശ്വര്യങ്ങളുണ്ടടാ അവൾക്ക്. അവളെ പിന്നെ കണ്ടോ നീ? പേര് പോലും ചോദിച്ചില്ല. കാണണം, കണ്ടാലൊരു നന്ദി പറയണം. നിന്റെ പ്രേമം ഇതുവരെ മഹാദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? എന്തായാലും നിന്നെ പോലെ പ്രേമ കൃഷിത്തോപ്പിലെ നോക്കുകുത്തിയാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. തുടക്കത്തിൽ അങ്ങനെയൊക്കെ തോന്നും. എടാ, എനിക്ക് നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ള പെണ്ണ് മറ്റെവിടെയോ ആണ്. ഏതോ അടുക്കളയിൽ അവളിപ്പോ അത്താഴത്തിന് അരിയിടുന്നുണ്ടാവും. അത് നിന്റെ പെണ്ണ്. എന്റെ പെണ്ണിപ്പോ അടുക്കളയിൽ ജോലിക്കാരിയോട് വഴക്കിടുന്നുണ്ടാവും. മഹാമടിച്ചിയാ, മൂക്കത്താ കോപം. ഭയങ്കര തന്റേടിയാ. ഓന്തുണ്ണി നായരോട് ധിക്കാരവും പറഞ്ഞ് തല്ലാനോങ്ങിയപ്പോഴോ സൂത്രത്തിൽ കൊഞ്ഞനം കുത്തി അകത്തേക്കോടും. ഇനി പഠിക്കാൻ ചെന്നിരുന്നപ്പോഴോ മനസ്സ് മുഴുവനും ഞാനായിരുന്നു. ജോഗ്രഫി പുസ്തകത്തില് 87-ാം പേജിൽ വെച്ച ഒരു മയിൽപീലിത്തുണ്ട് ഒരു പിറന്നാളിന് ഞാൻ സമ്മാനിച്ചതാ. ആകാശം കാണാതെ പുറത്തെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആകാശം കണ്ട മയിൽപീലി ചത്തുപോത്രേ. എടാ, ഇതിനേക്കാൾ വലിയ കോട്ടകൾ ഞാൻ കെട്ടിയിട്ടുണ്ട്, അറിയോ? ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഒക്കെ തീറ്റിച്ചിട്ടുണ്ട്. എന്നിട്ടും അടുപ്പീന്ന് വലിച്ചെടുത്ത വിറകുകൊള്ളി പോലത്തെ തെണ്ടി മുറച്ചർക്കം വന്നപ്പോ എന്നെ കളഞ്ഞിച്ച് പോയില്ലേ? എന്തായാലും എന്നെ സഹായിക്കാൻ വന്ന് അവളുടെ അനുജത്തിയെ തന്നെ വലവീശി പിടിച്ചവനല്ലേ നീ? അവളുടെ അനുജത്തി ആയതുകൊണ്ട് പറയാ, വിശ്വസിക്കരുത്. പക്ഷെ അവള് പാവാടാ. എടാ, നീ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛനെ ധിക്കരിച്ച് അവൾ ഇറങ്ങി വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നീ ഇത്രയും പറഞ്ഞപ്പോ എനിക്കൊരു ചെറിയ സംശയം. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? എങ്ങനെ? ഇന്ന് രാത്രി ഒന്ന് ഇറങ്ങി വരാൻ പറയാം. എന്തിന്? ഞാൻ വിളിച്ച അവള് വരുമെന്ന് അറിയണമല്ലോ. എത്ര മണിക്ക് ഇറങ്ങി വരാനാ പറഞ്ഞ? 11 മണിക്ക്. കൂട്ടുകാരാ, 11 മണിക്ക് ഇനി 11 മിനിറ്റ് പോലും ഇല്ല. ഏതായാലും കഷ്ടപ്പെട്ട് മതിലാടി വന്നല്ലേ, ഒരു 11 സെക്കൻഡ് കൂടി നോക്കിയിട്ട് നമുക്ക് പോവാം. അവൾ ഇറങ്ങി വരും. അവള് വരുന്നുണ്ട്. ഇതെന്താ പെട്ടിയും പെട്ടൊക്കെ ആയിട്ടാണ് വരുന്നത്? ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഒളിച്ചോടെ. ആഭരണം ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോ അതും അടിച്ചോണ്ട പോയെന്ന് വേണ്ടല്ലോ. ഒരു ജോഡി ഡ്രസ്സേ എടുത്തുള്ളൂ, അത് പോരെ? അത് മതി. പക്ഷെ നമുക്ക് ഇപ്പൊ ഒളിച്ചോടണ്ട. പിന്നെ രാത്രി ഇറങ്ങി വരണമെന്ന് പറഞ്ഞിട്ട്? അത് വിളിച്ചാ വരുമെന്ന് അറിയാനായിരുന്നു. ഇപ്പൊ വിശ്വാസായി. സത്യമായിട്ടും ഞാൻ വിളിക്കും ഒരിക്കൽ. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എനിക്കിപ്പം ഭയങ്കര ധൈര്യമായി. പോയിക്കോളൂ. തിരിച്ചു പോകാൻ ഇപ്പൊ പേടി. അച്ഛനെങ്ങാനും കണ്ടാലോ? കണ്ടാൽ സ്വപ്നാടനായിരുന്നു പറഞ്ഞാ മതി. സ്വപ്നാടനോ? ഉറക്കത്തിലെ സ്വബോധം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു തരം രോഗം അത്. ധൈര്യമായിട്ട് പോയിക്കോട്ടോ. അതെ, നുള്ളണല്ലേ? ആരൊക്കെ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊരു സങ്കുചിതനല്ല. വളരെ ഓപ്പൺ ഹാർട്ടാ, വിശാല ഹൃദയൻ. സൈക്കിൾ പിടിക്കുക, നടക്ക്. അപ്പൊ ഓപ്പൺ ഹാർട്ടായ സ്ഥിതിക്ക് ചില സത്യങ്ങൾ പറയാമല്ലോ. പറഞ്ഞോളൂ. അളിയനാണെങ്കിലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ. ആയിക്കോട്ടെ. അതെ, വെരി ക്ലോസ്. എന്ത് ചർച്ചയാണ്? അങ്ങനെയുള്ള ചർച്ച കൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് വല്ല ഗുണം ഉണ്ടാവോ? ഇന്ത്യക്ക് ഗുണമുണ്ടാവില്ല. പിന്നെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ് ഞങ്ങൾ കൂടുതലും സംസാരിക്കാം. അതെ, അസൂയപ്പെടുത്തുന്ന പ്രേമബന്ധമായിരുന്നു ആ കവിതാക്കൾ തമ്മിൽ. ഐ മീൻ, നിങ്ങളുടെ ഭാര്യയും കുഞ്ഞനന്ദനും തമ്മിൽ. അവരുടെ പ്രേമബന്ധത്തിനിടയിൽ ഒരു പോസ്റ്റ്മാന്റെ സഹായം പോലും ആവശ്യമുണ്ടായിരുന്നില്ല. പ്രേമിച്ചാൽ ചിലപ്പോ കത്തുകൾ പരസ്പരം കൈമാറി എന്നൊക്കെ ഇരിക്കും. അത് സാധാരണയാ. കത്തുകൾ മാത്രമല്ല, പിന്നെ ചിലപ്പോ തൊട്ടും തലോടിയും നോക്കിയിരിക്കും. ഈ ബസ്സിലൊക്കെ പോകുമ്പോ നമ്മൾ അറിയാതെ ചിലരെ തട്ടിമുട്ടിയൊക്കെ പോവാറില്ലേ? അതൊന്നും വലിയ പ്രശ്നമല്ല. കേവലം തട്ടലും മുട്ടലും മാത്രമല്ല, പിന്നെ ഈ പ്രകൃതിയെ സാക്ഷി നിർത്തി വിലപ്പെട്ടതെന്ന് അവർ പരസ്പരം കൈമാറിയിട്ടുണ്ട്. സ്വർണ്ണമാണോ? അതല്ല, ഹൃദയം. അതിലും മേലെ, ഇനിയും മേലെ. അത് തന്നെ. ക്ഷമിക്കണം, താങ്കൾ ഒരു വിശാല ഹൃദയനായതുകൊണ്ടാണ് വിശാലനല്ലാത്ത ഞാൻ ഇത്രയും വിശദമായി സംസാരിച്ചത്. ഞാൻ അത്രയ്ക്ക് വിശാല ഹൃദയനല്ല. സോറി, ഞാൻ ഡ്യൂട്ടി മറന്നു. കോന്തുണ്ട് നേർക്ക് ഒരു കത്തുണ്ടായിരുന്നു. വിശാല ഹൃദയൻ. ഇതേ ദരിദ്രവാസി പോസ്റ്റ് കാർഡിൽ കത്തയച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് സുഖമാണ്, അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം, അവിടെയും സുഖം. പിന്നെ ഇത് ചുവന്നുകൊണ്ടിടക്കുന്ന എനിക്കാണോ അസുഖം? ആരെങ്കിലും
പറയുന്ന കേട്ട് എന്നെ സംശയിച്ചാലോ? ഈ താല് സത്യമായിട്ട് ഞാൻ പറയാ, എന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഴുവൻ സങ്കുചിതന്മാരുള്ള ഈ ലോകത്ത് ഞാൻ മാത്രം അത്ര വിശാലഹൃദയനായിട്ടൊന്നും കാര്യമില്ല. നിന്റെ മനസ്സ് പൗത്രമല്ലേ, അത് മതി എനിക്ക്. എന്താണോ നായരെ ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലേ. ഞങ്ങൾ ഈ ദാമ്പത്യ കാര്യങ്ങൾ അല്പം പേഴ്സണലായിട്ട് സംസാരിക്കുകയായിരുന്നു. ഉണ്ണിക്കുഞ്ഞന്റെ എഴുത്താ. ഓ, എന്നോടൊപ്പുറത്തെ ഒരു പെറ്റവര് ഗുണവും ഗുരുത്തുള്ളവനും അവൻ മാത്ര. വിവരം തീരെ ഇല്ലാത്ത. കഴിഞ്ഞ തവണ വന്നപ്പോ എന്റെ പല്ലു അടിച്ചിട്ട് നാക്ക് നന്നല്ലാത്തോണ്ടാവും. നായര് വല്ലതും പറഞ്ഞോ? അല്ല, ഈ പല്ലൊക്കെ അടിച്ചോണ്ട് പോകുന്ന തെറ്റാന്ന് പറയായിരുന്നു. ഓ. എന്റെ വെപ്പുവല്ലേ സ്വർണത്തിൽ കെട്ടിച്ച് വരണ്ടത്രേ. വരട്ടെ വരട്ടെ, അവന് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ശവപ്പെട്ടി ആയിരിക്കും. നീ കുറെ നേരമായില്ല എനിക്ക് തോന്നുന്നു. വാക്കുകൾ സൂക്ഷിച്ചു വേണം. ഓ, 32 പല്ലിന്റെ ഇടയിലാ ഒരു നാക്ക്. അമ്മാവന്റെ വായിൽ നാക്ക് മാത്രമല്ലേ ഉള്ളൂ. ആദ്യം നിന്നാണ്ടല്ല ഈ മോന്റെ ഷേപ്പ് മാറിപ്പോ. അരുതാട്ടാ പോത്ത്. പോത്തോ? എവിടെ? എടാ പോ അകത്ത്. ഓ, അങ്ങനെ. ആ. അത്താഴം ഉണ്ടാൽ അരക്കാതെ നടക്കണമെന്നാ. അതിന് ഈ ആരോഗ്യം ഉണ്ടെങ്കിലേ. ഒരാളുണ്ടാ പോരെ, ഈ ആരോഗ്യം ഉണ്ടണോ? അല്ല, അളയിനോട് കുറച്ചു ദിവസം ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കണം. എന്താ? ഈ വടി പോലുള്ള ശരീരത്തിന്റെ രഹസ്യം എന്താ? ഇനി വല്ല കരിങ്കുരങ്ങ രസാനം മറ്റും സേവിച്ചതാണോ? മൃഗശാലക്കാർക്ക് പോലും വേണ്ടാത്ത മനുഷ്യ കുരങ്ങന്മാരുള്ളപ്പോ പിന്നെ എന്തിനാണ് അളിയാ കരിങ്കുരങ്ങ്? എന്തായാലും ഈ ആരോഗ്യവാനായ അളിയനോട് എനിക്കൊരു അപേക്ഷ ഉണ്ട്. എന്താ പറഞ്ഞോളൂ. അയ്യോ, അത് വെളിച്ചത്ത് പറയാൻ പറ്റില്ല. എന്നാ ഇരുട്ടത്തേക്ക് പോവാം. എന്താ അളിയാ പ്രശ്നം? ഞാൻ ഇടപെടണോ? വേണം. ഞാൻ മരിച്ചാൽ ശവക്കൂടയിൽ നിന്നും കീറിയെടുത്ത മുന്തല ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നനച്ച് തലയിൽ കെട്ടണം. തളരരുത്. വലത് കാൽമുട്ട് ബലിത്തറയോട് അമർത്തി കറുകപ്പുല്ല് മോതിരമായി വലത് വിരലിട്ട് ബലിച്ചോറുരുട്ടി നാക്കിലിൽ വെക്കുമ്പോ പതറരുത്. നനഞ്ഞ കൈപ്പത്തികൾ ഏറെ മുട്ടിയിട്ടും കാക്കകൾ എത്താൻ വൈകുമ്പോ ഇടരരുത്. ഇല്ല ഇല്ല ഇല്ല.